ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്നൊരു ക്യാരറ്റ് തോരൻ തയ്യാറാക്കാം. മക്കൾക്ക് ടിഫിൻ ബോക്സിൽ വെച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു തോരനാണിത്. തോരന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിതിവിടെ ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താലും മതി. ഇതുപോലെ 2 ക്യാരറ്റും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഇനി 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. സവാളയിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരുപാട് സമയം ഇട്ടൊന്ന് വഴറ്റിയൊന്നും വേണ്ട, കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. സവാള ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇനി ക്യാരറ്റിനും കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ക്യാരറ്റിൽ തന്നെ ആവശ്യത്തിന് വെള്ളം കാണും. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നു നോക്കാം. ക്യാരറ്റ് വേവുന്നതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്തേക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ തേങ്ങയുടെ പച്ചച്ചവ ഒന്ന് മാറാനായിട്ട് 1 മിനിറ്റും കൂടെ നമുക്കിത് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നു പോയതുകൊണ്ടാണ് ചേർക്കാത്തത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു തോരൻ കൂടിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.